12ാം സ്ഥലം വരെ എത്തിയിട്ടാ. 12 എത്തിയപ്പോ തൊട്ട് എമീറ എടുക്കെടുക്കുന്നാണ് പറയണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അവളെ തന്നെ എടുത്തു. അവള് വാശി പിടിച്ചു തുടങ്ങി. അങ്ങനെ 14 സ്ഥലം വരെ എത്തിയിട്ടാ. എത്തി അവിടുത്തെ തിണ്ടുമ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ഈ ബാക്കിലിരിക്കും മരത്തിന്റെ ചോടിരിക്കുന്ന കുരിശിനെ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഞങ്ങളന്ന് കുരുക്കളയക്കുന്ന മാതാവിന്റെ പള്ളിക്ക് പോകണ്ടായിരുന്നില്ലേ, അവിടെ കണ്ടതാണ് കേട്ടത്. അങ്ങനെ പിന്നെ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം മുന്നോട്ട് തന്നെ നീങ്ങി തോമസ് ലീഹയുടെ അടുത്തേക്ക് എത്തിയിട്ടാ. അവിടെ പുണ്യാളനെ തൊട്ടുമുത്തി അവിടുത്തെ നേർച്ച ഉണ്ടായിരുന്നു. കുരുമുളക്, മുതിര, അരിയൊക്കെ വറുത്തതായിരുന്നു കേട്ടോ അവിടുത്തെ നേർച്ച. അതൊക്കെ ഞങ്ങൾ എടുത്ത് പിന്നെ ആന കുത്തിയ പള്ളിയിലേക്കും അവിടെ താഴത്തെ പള്ളിയിലേക്കും അങ്ങനെ ഞങ്ങൾ പോയിട്ടേ. ഇവിടുത്തെ ഐതിഹ്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അങ്ങനെ പൊൻകുരിശ് മുത്തി ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങാണ് കേട്ടാ. പിന്നെ ഇവിടുന്ന് എമീറാനെ എടുത്തിട്ടാട്ട് ഇറങ്ങണ്ടായിരുന്നേ, താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല നീ. പിന്നെ ഓരോ കഥകൾ പറഞ്ഞ് എമീറേനെ ഞങ്ങൾ താഴെ ഇറക്കി. കാൽപാദം കാണിച്ചു തരാന്നൊക്കെയും പറഞ്ഞ് അതിന്റെ കഥകളൊക്കെയും പറഞ്ഞിട്ട് ഒരു 10ാം സ്ഥലം വരെ എമീറേനെ ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് ഇറക്കിയിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് എമീറനെ ചേട്ടനാണ് എടുത്തിറക്കിയത്. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തിന് ചേട്ടന്മാര് കുരിശും കൊണ്ട് മലമുകളിലേക്ക് പോകുന്ന യാത്രയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ കയറി അടിവാരത്തെ പള്ളിയിലേക്ക് എത്തി. അവിടുത്തെ ഉൾഭാഗമാണ് നല്ല ഭംഗിയായിട്ട് ഈ രാത്രിയിൽ കാണാനായിട്ട്. വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പും തോമസ് ലീഗയുടെ തിരുശേഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു ആ പള്ളിയിലിട്ടാ. അങ്ങനെ ആരാധനാലയത്തിന്റെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് വെറുതെ ജസ്റ്റ് ഒന്ന് കാല് കഴുകാൻ വേണ്ടി ഇറങ്ങിയതാ. കണ്ടില്ലേ പിള്ളേര് കുളിച്ചിട്ട് അങ്ങോട്ട് കയറിയത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടാ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം.